ശശി തരൂരിന്റെ സമീപകാല പരാമർശങ്ങളെ ചൊല്ലിയുള്ള തർക്കത്തിന് ശേഷം സംസ്ഥാനത്തെ എല്ലാ നേതാക്കൾക്കും ദേശീയ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശക്തമായ താക്കീത്. പാർട്ടിയുടെ നിലപാടിൽ നിന്ന് വ്യതിചലിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നവർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം കേരളത്തിലെ നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പാർട്ടിയുടെ തന്ത്രങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതിനായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മറ്റു മുതിർന്ന അംഗങ്ങൾ എന്നിവരുൾപ്പെടെയുള്ള മുൻനിര നേതാക്കൾ ന്യൂഡൽഹിയിലെ ഇന്ദിരാഭവനിലെ ആസ്ഥാനത്ത് ഒത്തുചേരുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയ തന്ത്രങ്ങളെ കുറിച്ച് നേതാക്കൾ വളരെ ശ്രദ്ധാലുവായിരിക്കണമെന്നും പാർട്ടി ലൈനിൽ ചേരാത്ത ഒന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുതെന്നും യോഗത്തിൽ രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള ജനത ഒരു മാറ്റത്തിനായി ഏറെ നാളായി ആഗ്രഹിച്ചിരുന്നവരാണെന്നും അതിനാൽ നമ്മുടെ രാഷ്ട്രീയ തന്ത്രത്തെയും രൂപരേഖയെയും കുറിച്ച് നമ്മൾ വളരെ ശ്രദ്ധാലുവായിരിക്കണമെന്നും രാഹുൽ നേതാക്കളോട് പറഞ്ഞതായാണ് വിവരം. പാർട്ടി ലൈനിന് വിരുദ്ധമായി നമ്മൾ ഒന്നും പ്രവർത്തിക്കരുതെന്നും അങ്ങനെ ചെയ്താൽ കേരളത്തിലെ ജനങ്ങളെ അനാദരിക്കുന്നതിന് തുല്യമാണെന്നും രാഹുൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കേരളത്തിലെ എല്ലാ പാർട്ടി നേതാക്കളും തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വ്യക്തിഗത കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കരുതെന്നും ഒരു കൂട്ടായ പ്രവർത്തനം വേണമെന്നും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. സംസ്ഥാനത്തെ നിക്ഷേപ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ശ്രമങ്ങളെ പ്രശംസിച്ചുകൊണ്ട് തരൂർ ഒരു പത്രത്തിൽ അടുത്തിടെ എഴുതിയ ലേഖനം വിവാദമായതിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം വിളിച്ചത്. 3 മണിക്കൂറോളം നീണ്ടുനിന്ന യോഗത്തിൽ കേരളത്തിലെ പാർട്ടിയുടെ സംഘടനാ ഘടന ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചായിരുന്നു പ്രധാന ചർച്ച. നേതാക്കൾക്കിടയിൽ ഐക്യം വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകത മല്ലികാർജ്ജുൻ ഖാർഗെ ഊന്നിപ്പറഞ്ഞു. യോഗത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരള കോൺഗ്രസ് അധ്യക്ഷൻ K സുധാകരൻ, CLP നേതാവ് VD സതീശൻ, തിരുവനന്തപുരം MP ശശി തരൂർ, AICC ഇൻചാർജ് ദീപാദാസ് മുൻഷി തുടങ്ങി നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തിരുന്നു. അതേസമയം മലയാളം പോഡ്കാസ്റ്റിലെ തന്റെ അഭിപ്രായങ്ങൾ ഇംഗ്ലീഷ് വിവർത്തനത്തിൽ തെറ്റായി ചിത്രീകരിച്ചതാണ് പ്രശ്നമായതെന്ന് ശശി തരൂർ പറഞ്ഞിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ സമീപകാല പരാമർശങ്ങളെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വം വിശദീകരണം തേടിയിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. കൂടാതെ ഒരു മലയാളം പോഡ്കാസ്റ്റിലെ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ചിലർ സംസ്ഥാനത്തെ നേതൃത്വത്തിനായുള്ള അല്ലെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രി പദമാണ് നോട്ടമിട്ടിരിക്കുന്നതെന്നും ചില പത്രങ്ങളിൽ വാർത്തകൾ വന്നതും കേരള ഘടകത്തെ കൂടുതൽ ചൊടിപ്പിച്ചു. ഇത് കൂടുതൽ ആഭ്യന്തര കലാപങ്ങൾക്ക് ആക്കം കൂട്ടുകയായിരുന്നു. അതേസമയം കോൺഗ്രസ് നേതൃത്വവുമായി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അകൽച്ചയിൽ കഴിയുന്ന ശശി തരൂർ MPക്ക് പാർട്ടി നിർണായക പദവി നൽകുന്നതായി സൂചനയുണ്ടായിരുന്നു. ശശി തരൂരിനെ പോലുള്ള ഒരു നേതാവിനെ പാർട്ടിക്കൊപ്പം ഉറപ്പിച്ചു നിർത്തുന്നതിനു വേണ്ടിയാണ് കോൺഗ്രസിന്റെ പുതിയ നീക്കമെന്നും പറഞ്ഞു കേട്ടിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തേക്ക് ശശി തരൂരിനെ പരിഗണിച്ചേക്കുമെന്നായിരുന്നു വാർത്ത. നിലവിൽ അസാമിൽ നിന്നുള്ള MP ഗൗരവ് ഗൊഗോയ് ആണ് പ്രതിപക്ഷ ഉപനേതാവ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ തൊട്ടടുത്ത പദവിയാണിത്. ഇവിടെ ശശി തരൂരിനെ ഇരുത്താനാണ് പുതിയ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ.